ശബരിമലയിൽ അവധി ദിവസങ്ങളായത് വലിയ തിരക്കാണ്. ഇന്നലെ 90,000-നടുത്ത് ആളുകൾ തീർത്ഥാടകർ മല കയറി എത്തി. രാവിലെയും തിരക്കുണ്ട്. ഇന്നു മുതൽ സന്നിധാനത്ത് കേരളീയ വിഭവങ്ങൾ ഉൾപ്പെടുന്ന അന്നദാനം വിതരണം ചെയ്യും. ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് വിതരണം. ദേവസ്വം ബോർഡ് മെമ്പർമാരുടെ എതിർപ്പ് നിലനിൽക്കെ തന്നെയാണ് പുതിയ സംവിധാനം നിലവിൽ വരുന്നത്. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, എത്രയോ വർഷമായി പിന്തുടർന്നുകൊണ്ടിരുന്ന ഒരു ശീലമാണ് അവിടുത്തെ പുലാവൊക്കെ. അതൊക്കെ മാറി ഒന്നിടവിട്ട ദിവസങ്ങളിൽ സദ്യ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പുതിയ പ്രസിഡന്റ് വന്ന ശേഷമുള്ളൊരു തീരുമാനമാണ്. അത് പ്രാബല്യത്തിൽ വരുന്നു. ഒപ്പം അവധി ദിവസങ്ങളിലെ തിരക്കും ഉണ്ടെന്ന് തോന്നുന്നു. ഇനിയിപ്പം വെക്കേഷനൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ തിരക്കാവുമായിരിക്കും അല്ലേ? ശ്രീജ, സാധാരണ അവധി ദിവസങ്ങളിൽ ഇവിടെ തിരക്കില്ല എന്നുള്ളതായിരുന്നു. ഇന്നിപ്പോൾ തിരക്കുണ്ട് എന്നുള്ളതാണ് പുതിയ വാർത്ത. സാധാരണ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും തിരക്കുണ്ടായിരുന്നില്ല. അതായത് ശനി ഞായർ ദിവസങ്ങളിലായിരുന്നു ഇവിടെ ഏറ്റവും തിരക്ക് കുറവ്. അതേതാണ്ട് 60,000-ലേക്കോ 63,000-ലേക്കോ 70,000-ലേക്കോ ഒക്കെ എത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിപ്പോൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ ശനിയാഴ്ച ഏതാണ്ട് 90,000-നടുത്ത് ഭക്തർ ദർശനത്തിനെത്തി. ഇന്ന് രാവിലെയും തിരക്ക് തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലെ തന്നെ രാവിലെയുള്ള തിരക്ക് ഇന്നും തുടരുന്ന സാഹചര്യമാണുള്ളത്. എന്തായാലും ഇന്നത്തെ സംബന്ധിച്ച് ഈ പ്രധാനപ്പെട്ട കാര്യം ഈ സദ്യ എന്നുള്ളത് തന്നെയാണ്. അത് ദേവസ്വം ബോർഡ് മെമ്പർമാർ CPM-ന്റെ PD സന്തോഷ് കുമാർ, ഒപ്പം തന്നെ K രാജു CPI-യുടെ മെമ്പർ, ഈ രണ്ടു പേരും എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. അത് സദ്യ കൊടുക്കുന്നതിലുള്ള എതിർപ്പല്ല, പകരം നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയായില്ലെങ്കിൽ ചിലപ്പോൾ അത് ഭാവിയിൽ അത് കേസൊക്കെ ആകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സ്പോൺസർമാരെ കണ്ടെത്തിയാണ് സദ്യ നൽകുന്ന രീതിയുള്ളത്. അതുകൊണ്ട് തന്നെ അത് ശരിയല്ല എന്ന നിലപാടാണ് അവർ എടുത്തിട്ടുള്ളത്. നിലവിൽ ദേവസ്വം ബോർഡ് ഉത്തരവ് ഇക്കാര്യത്തിൽ ഇറങ്ങിയിട്ടില്ല. അതിനും കാരണം ഈ നിയമവകുപ്പിന് നിയമോപദേശം ചോദിച്ചുകൊണ്ടുള്ള ഈ ദേവസ്വം ബോർഡിൻ്റെ കത്ത് അവിടെ നിൽക്കുകയാണ്, ഫയൽ അവിടെ നിൽക്കുകയാണ്. അത് പൂർത്തിയായ ശേഷമായിരിക്കും ഇത് സംബന്ധിച്ചൊരു അവസാനവട്ട തീരുമാനം, ഉത്തരവിറങ്ങുക. എന്തായാലും ഉത്തരവിറങ്ങാതെയാണ് ഇന്നിപ്പോൾ സദ്യ നൽകുന്നത്. കാരണം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ് ഇന്നു മുതൽ സദ്യ ഉണ്ടാകും എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനൊരു നടപടിയിലേക്ക് കാര്യങ്ങൾ പോയത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഏതായാലും ഉച്ചയ്ക്ക് ഉണ്ടാകും, സദ്യ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. ഔദ്യോഗികമായി ഇതുകൊണ്ട് തന്നെ ഉത്തരവിറങ്ങാത്തതുകൊണ്ട് ഒരു വാർത്താക്കുറിപ്പുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ ഇക്കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തതാണ്. എന്തായാലും ഏതാണ്ട് ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഇനിയുള്ള ദിവസങ്ങളിൽ തിരക്ക് കൂടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ അന്നദാനം എന്ന് പറയുമ്പോൾ ഇവിടെ എത്തുന്ന ഭൂരിപക്ഷം ആളുകളും കഴിക്കുന്ന ഒന്നാണ്. ഈ ഒന്നിടവിട്ട ദിവസങ്ങളാണ് നേരത്തെ ശ്രീജ ചൂണ്ടിക്കാണിച്ച പോലെ ഒരു ദിവസം പുലാവാണെങ്കിൽ ഒരു ദിവസം ഇതേപോലെ കേരളീയ ഭക്ഷണങ്ങൾ അടങ്ങിയ ഊണ് എന്നതാണ്, പായസം ഉൾപ്പെടെ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരുന്നത് നേരത്തെ. എന്തായാലും തിരക്ക് തുടരുന്നു. ഇനിയുള്ള ദിവസങ്ങൾ വളരെ കുറച്ച് ദിവസങ്ങളും 23-ാം തീയതി തങ്കേങ്കി ഘോഷയാത്ര ആറന്മുളയിൽ നിന്ന് പുറപ്പെടും. അതായത് പൂർണ്ണമായൊരു ഉത്സവാന്തരീക്ഷത്തിലേക്ക് ശബരിമല സന്നിധാനം മാറുകയാണ്. 26-നാണ് സന്നിധാനത്തേക്ക് തങ്കേങ്കി ഘോഷയാത്ര എത്തുക. 27 ഉച്ചയോടുകൂടിയാണ് മണ്ഡല പൂജ ഉണ്ടാകുക. ശ്രീജ. ശരി, ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് ശബരിമല സന്നിധാനത്ത് നിന്ന്. അച്ചൻകോവിലിൽ നിന്ന് വന്ന് കല്ലേലി കോന്നി വഴി ശബരിമലയിലേക്ക് കാൽനടയായി പോയ തമിഴ്നാട്ടിൽ നിന്നുള്ള 24 അയ്യപ്പ ഭക്തർ കല്ലേലി വനത്തിനുള്ളിൽ വഴിതെറ്റി കുടുങ്ങിക്കിടക്കുന്നതായി സൂചന. വനത്തിനുള്ളിലെ അരുവിയോട് ചേർന്നുള്ള പാറപ്പുറത്ത് കയറി സുരക്ഷിത ഇടം പിടിച്ചിരിക്കുകയാണ് അയ്യപ്പ ഭക്തർ എന്നാണ് വിവരം. പോലീസും വനംവകുപ്പും വിവരങ്ങൾ ശേഖരിച്ച് അയ്യപ്പ ഭക്തരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്.